ശക്തമായ പോരാട്ടം ദേശീയ തലത്തിൽ എൻഡിഎയും ഇന്ത്യ മുന്നണിയും തമ്മിൽ രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം ദേശീയ തലത്തിൽ നടക്കുമ്പോൾ കേരളത്തിൽ അവിശ്വസനീയമായ വിധം രണ്ടിടങ്ങളിൽ എൻഡിഎ ലീഡ് വർദ്ധിപ്പിക്കുന്നു. ഒന്ന് തിരുവനന്തപുരം, മറ്റൊന്ന് തൃശൂർ. സുരേഷ് ഗോപി ഇങ്ങ് എടുത്തിരിക്കുന്നു. അങ്ങ് തിരുവനന്തപുരത്ത് ശശി തരൂരിൽ നിന്നും രാജീവ് ചന്ദ്രശേഖർ കോൺസ്റ്റിറ്റ്യുവൻസി എടുക്കുന്ന സൂചന. അതേസമയം LDF ഒരിടത്തു മാത്രമായി ചുരുങ്ങുന്നു. ആറ്റിങ്ങളിൽ മാത്രം പ്രതീക്ഷയുണ്ടാവുന്നു. കഴിഞ്ഞ തവണത്തെ അതേ സീറ്റ് നില LDFന് ലഭിക്കുമ്പോൾ ആലത്തൂരും ആറ്റിങ്ങലും കിട്ടുമോ എന്നത് മാത്രം ചോദ്യമുള്ളൂ. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ മുന്നിൽ, ആറ്റിങ്ങലിൽ വി ജോയ് പിന്നിൽ. ബാക്കി എല്ലായിടങ്ങളിലും ആറ്റിങ്ങലിലെ അടൂർ പ്രകാശിന്റെ ലീഡ് 468 വോട്ടുകൾ മാത്രമായി ചുരുങ്ങി. അതായത് ഇപ്പോഴും ആറ്റിങ്ങലും ആലത്തൂരും മാത്രമാണ് LDFന് പ്രതീക്ഷയുള്ളത്. കോഴിക്കോട് MK രാഘവന്റെ ലീഡ് 50,000 കടന്നിരിക്കുന്നു. 52,929 വോട്ടുകൾക്ക് MK രാഘവന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു. ആറ്റിങ്ങലിലാണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത്. അവിടെ വി ജോയിയുടെ ലീഡിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ തന്നെയും അതിശക്തമായ പോരാട്ടം അടൂർ പ്രകാശുമായി കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. 468 വോട്ടിന്റെ ലീഡ് മാത്രമാണ് അടൂർ പ്രകാശിനുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇടുക്കിയിൽ ഡീന്റെ ലീഡ് വീണ്ടും ഉയരുകയാണ്. 63,996 ആയിരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡും ഉയരുകയാണ്. 1,20,206 വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ലീഡ് ചെയ്യുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന സംസ്ഥാനമായ ഹരിയാനയിൽ BJP കിതയ്ക്കുന്നു. ഹരിയാനയിൽ BJPക്ക് 3 സീറ്റുകളിൽ മാത്രം, 10ൽ 3 ഇടങ്ങളിൽ മാത്രം ഹരിയാനയിൽ BJP. കഴിഞ്ഞ തവണ 7 ഇടങ്ങളിലും BJP വിജയിച്ചിരുന്നു, 10 ഇടങ്ങളിലും BJP വിജയിച്ചിരുന്നു. ആ ഹരിയാനയിൽ 3 ഇടങ്ങളിലേക്ക് BJP ചുരുങ്ങുന്നു. കോൺഗ്രസ് 6 ഇടങ്ങളിൽ പടരുന്നു. ആം ആദ്മി പാർട്ടി ഒരിടത്തും. ദേശീയ തലത്തിൽ പ്രതീക്ഷ വരുമ്പോൾ പക്ഷേ കേരളത്തിൽ ആശങ്ക വരുകയാണ്. കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ സന്തോഷ വാർത്ത. 2ാം റൗണ്ടിലും മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് കെ സുധാകരന് ലീഡ്. ബംഗാളിൽ നിന്ന് വരുന്ന നോക്കൂ, 2 റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ബംഗാളിൽ BJP 18ൽ നിന്ന് 7ലേക്ക്. മറ്റൊരു സന്തോഷ വാർത്തയുണ്ട്. അമേഠിയിൽ സ്മൃതി ഇറാനിയേക്കാൾ ശർമ്മയുടെ ലീഡ് 23,000 ആയിരിക്കുന്നു. ബംഗാളിലെ കണക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രദ്ധിക്കൂ. കഴിഞ്ഞ തവണ 18 സീറ്റുകൾ നേടിയ ബംഗാളിൽ TMC 22 സീറ്റുകൾ നേടിയ TMC ഇന്നലെ മെച്ചപ്പെടുത്തി 24ആയി. കോൺഗ്രസ് CPM സഖ്യം 3 ഇടങ്ങളിൽ. ഇന്ത്യ മുന്നണിക്ക് 27, BJPക്ക് കേവലം 7. ബംഗാൾ BJPക്കൊപ്പം പോകുന്നില്ല. കേരളത്തിലെ കനൽത്തരയുടെ ലീഡ് ഉയരുകയാണ്. ആലത്തൂരിൽ LDFന്റെ ലീഡ്, കെ രാധാകൃഷ്ണന്റെ ലീഡ് 9,100 ആയിരിക്കുന്നു. കനത്ത പോരാട്ടം നടക്കുന്നു. ആറ്റിങ്ങലിൽ നിന്നുള്ള എല്ലാ കണ്ണുകളും ഇനി ആറ്റിങ്ങലിലേക്കാണ്. കണ്ണൂരിനി എം വി ജയരാജൻ നോക്കണ്ട. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കെ സുധാകരന് ലീഡ്. ധർമ്മടത്തും മട്ടന്നൂരും തളിപ്പറമ്പിലും കെ സുധാകരന് ലീഡ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കെ സുധാകരന്റെ ലീഡ് വരും ദിവസങ്ങളിൽ ചർച്ചയാകുമെന്നത് ഉറപ്പ്. അതേപോലെ തൃശ്ശൂരിൽ കെ മുരളീധരൻ 3ാം സ്ഥാനത്തായതും ചർച്ചയാകുമെന്നത് ഉറപ്പ്. തിരുവനന്തപുരത്ത് എന്തു സംഭവിച്ചു എന്നുള്ളതും ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇതാ നോക്കൂ, കണ്ണൂരിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ലീഡ് ആറ്റിങ്ങലിൽ കുറയുന്നു. ആറ്റിങ്ങലിൽ 450 ആവുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ ലീഡ്. അടൂർ പ്രകാശിന്റെ ലീഡ് 450 ആവുന്നു. അമിത്ഷാ 2.31 ലക്ഷം വോട്ടിന് മുന്നിൽ എന്നുകൂടി കണക്ക് വരുന്നു. ആദ്യ 4 റൗണ്ടിൽ കൊണ്ട് മാത്രം നോക്കൂ, രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട്, കരുവാറ്റ, ഒപ്പം തന്നെ മറ്റു ചില മണ്ഡലങ്ങളിലും കുമാരപുരം, ചെറുതല പഞ്ചായത്തുകളിൽ NDAയുടെ ലീഡാണ്. ശോഭാ സുരേന്ദ്രന്റെ ലീഡാണ് അവിടെ കണ്ടത്. പക്ഷേ ആലപ്പുഴയിൽ KC വൃത്തിയായി മാനേജ്. ഒന്നുകൂടി കണ്ണൂരിലേക്ക് പോകണം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തളിപ്പറമ്പിലും കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ മട്ടന്നൂരിലും പിണറായി വിജയന്റെ ധർമ്മടത്തും കെ സുധാകരൻ ലീഡ് ഇടതുകോട്ടകളിൽ UDFന്റെ കടന്നുകയറ്റം. കണ്ണൂരിൽ ഇടതുകോട്ടകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്ത്. വടകരയിൽ ഷാഫിയുടെ ലീഡ് 31,599 ആയിരിക്കുന്നു. പാലക്കാട് UDFന്റെ ലീഡ് 32,085. മാവേലിക്കരയും കൈവിടുന്നു അരുൺകുമാറിനെ. കൊടിക്കുന്നിൽ സുരേഷ് ഒരു പോൾ സ്ട്രാറ്റജിസ്റ്റ് ആണെന്ന് വീണ്ടും തെളിയിക്കുന്നു. ശക്തമായിട്ടുള്ളൊരു ഭരണവിരുദ്ധ വികാരത്തിന്റെ ഇടയിലും 7,076 ആറ്റിങ്ങൽ വീണ്ടും 2,472 അടൂർ പ്രകാശിന്റെ ഇപ്പോഴത്തെ ലീഡ്. ജോയി മായുന്നു. അടൂർ പ്രകാശം പരത്തുന്നു. ആലത്തൂർ LDF വീണ്ടും ലീഡ് നില ഉയർത്തുന്നു. 9,218. ഏകദേശം ഉറപ്പിച്ച മട്ടാണ് കെ രാധാകൃഷ്ണൻ. കോഴിക്കോട് MK രാഘവൻ 1.5 ലക്ഷം വോട്ടുകൾക്ക് മുന്നിൽ. കോൺഗ്രസിന്റെ MK രാഘവൻ കോഴിക്കോട് 1.5 ലക്ഷം വോട്ടുകൾക്ക് മുന്നിൽ. ഹരിയാനയിൽ BJP 4 ഇടത്തായി ചുരുങ്ങുന്നു. 6 ഇടത്ത് കോൺഗ്രസ് പടരുന്നു. ഹരിയാനയിൽ 4 ഇടത്തായി BJP ചുരുങ്ങുന്നു. കോൺഗ്രസ് 6 ഇടത്തായി പടരുന്നു. കോഴിക്കോട് MK രാഘവൻ 58,241 വോട്ടുകൾക്ക് മുന്നിൽ.
മുന്നിൽ നിൽക്കുന്നു. ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ 9,218 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശം പരത്തുന്നു. ജോയി അല്പം മായുന്നു, 2,472. കൂടുതൽ പ്രതീക്ഷയുള്ള ആറ്റിങ്ങലിലും ആലത്തൂരിലും മാത്രമാണ് എല്ലാ കണ്ണുകളും. കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലടക്കം കെ സുധാകരൻ ലീഡ് നേടുന്നത് ഇടതു കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുന്നു. ഇടതു കോട്ടകളിൽ UDF-ന്റെ ശക്തമായിട്ടുള്ള തേരോട്ടം. ഹൈബിയുടെ ലീഡ് 89,000. ഹൈബിയുടെ ലീഡ് 89,237 ആവുന്നു. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുടെ കുരുക്ഷേത്ര പിന്നിലാവുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറയുന്നുണ്ട്, 4,301 താണിരിക്കുന്നു. തരൂർ കയറി വരുന്നു. തരൂർ സാവധാനം ലീഡ് നില മെച്ചപ്പെടുത്തുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറയുന്നു, 4,301 കുറയുന്നു. ഹൈബിയുടെ കാര്യത്തിൽ എറണാകുളത്ത് ഇനി കഴിഞ്ഞ തവണത്തെ ലീഡ് ഭൂരിപക്ഷത്തെക്കാൾ ഉയരുമോ എന്നാണ് അറിയേണ്ടത്. ഇപ്പോൾ ലീഡ് 89,237 ആയിരിക്കുന്നു. ഹൈബിക്ക് ഒരു വെല്ലുവിളി ഉയർത്താനേ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല. KC വേണുഗോപാൽ 1,00,000 പിന്നിട്ടിരിക്കുന്നു. 20,387. നോക്കൂ, രാജസ്ഥാനിൽ അംഡ്രാറാം ലീഡ് 20,000 പിന്നിട്ടിരിക്കുന്നു. രാജസ്ഥാനിൽ 1, തമിഴ്നാട്ടിൽ 2, കേരളത്തിൽ 1, 4 ഇടങ്ങളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. വെസ്റ്റ് ബംഗാളിൽ 1, ഇങ്ങനെ 5 ഇടങ്ങളിൽ CPIM രാജ്യത്ത് ലീഡ് ചെയ്യുന്നു. BJP NDA സഖ്യം 293 താഴ്ന്നിരിക്കുന്നു. ഇന്ത്യ സഖ്യം 230 ഉയർന്നിരിക്കുന്നു. പക്ഷേ അപ്പോഴും മാജിക് നമ്പറിന് മുകളിലാണ്. പക്ഷേ BJP 250, 240 എന്ന റേഞ്ചുകളിൽ മാത്രമാവുന്നു. മല്ലയ്യ തോറ്റോ? മല്ലയ്യ തോൽക്കില്ല. ഇനിയും 8 റൗണ്ട് വോട്ടെണ്ണാനുണ്ട്. മല്ലയ്യ അപ്പോൾ ഇവിടെ തന്നെ കാണണം. മല്ലയ്യക്ക് ഇവിടെ സന്തോഷിക്കാം. സീറ്റുകളിൽ കോൺഗ്രസ് അതെ, മാത്രമല്ല സുരേഷ് ഗോപിയുടെ ലീഡ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ആലത്തൂരിൽ LDF-ന്റെ ലീഡ് 8,306 ഉയരുന്നു. 8,306 എന്നുള്ള നിലയിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിശക്തമായിട്ടുള്ള പോരാട്ടം ആലത്തൂരിൽ ഇപ്പോഴും കെ രാധാകൃഷ്ണൻ നേരിടുന്നുണ്ട് എന്നതാണ് ശരി. കേരളത്തിൽ ഏതായാലും UDF 5 ഇടത്ത് വിജയം ഉറപ്പിക്കുകയാണ്. ഇടുക്കി, വയനാട്, കോഴിക്കോട്, പൊന്നാനി, മലപ്പുറം. ബംഗാളിലെ മുഹമ്മദ് സലീമിന്റെ ലീഡ് 2,604 നേരിയ വർധനവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പത്തനംതിട്ടയിൽ UDF ലീഡ് ഉയർത്തിയിട്ടുണ്ട് 14,806 വോട്ടുകൾക്ക്.